ഞാനൊരിക്കലും പ്രതീക്ഷയില്ല അശ്വന്ത് ഗോക്ക് ഇങ്ങനെ റിപ്ലൈ എന്നുള്ള കാര്യം. ഞാൻ വിചാരിച്ചു മൂപ്പര് കളിച്ചിരിച്ച് വിടുമെന്ന് വിചാരിച്ചു. പക്ഷെ മൂപ്പര് ഒരു വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്തു. ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും മൂപ്പര് നല്ല രീതിക്ക് പൊട്ടി നിൽക്കുവാണ്. ദേഷ്യമുണ്ട്, വിഷമമുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. കാരണം ഒരാൾക്കെതിരെ ഒരു ഫോൾസ് അലിഗേഷൻ അടിച്ചു വിടുവാണ്. അയാൾ പൈസ വാങ്ങിച്ചിട്ട് റിവ്യൂ ചെയ്യണം, പൈസ കൊടുത്ത അയാൾ നെഗറ്റീവ് പറയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരാളങ്ങ് പറയുവാണ്. ഈ പറയുന്ന ആൾക്കും ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളവർക്കും ആ മാധവ് സുരേഷ് ആയാലും ആർക്കായാലും അറിയാം അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നുള്ള കാര്യം. ഇവര് വന്ന് പറയുന്ന മറ്റൊരു ഇൻസ്റ്റാ ലൈവിലോ ഫേസ്ബുക്ക് സ്റ്റോറിയിലോ അല്ലെങ്കിൽ ഒരു കമന്റ് ബോക്സിലോ അല്ല, ഒരു റെപ്യൂട്ടഡ് ടിവി ചാനൽ വന്നിരുന്ന് പറയുന്നത്. അവരത് വീഡിയോ ആക്കി കണ്ടന്റ് ആക്കി അങ്ങ് പോസ്റ്റ് ചെയ്യുവാണ്. പിന്നീട് എല്ലാ റിവ്യൂസും അങ്ങനെയാണ്. എല്ലാ റിവ്യൂസും പോസിറ്റീവ് പറയുന്നത് അവർക്ക് പൈസ കിട്ടിയിട്ടാണ്, പൈസ കിട്ടാത്തവരാണ് നെഗറ്റീവ് പറയുന്നത്. അങ്ങ് അടിച്ചു വിടുവാണ്. എന്താണ് ഏതാണെന്ന് നോക്കൂല. ചുമ്മാ ഒരാളെ പറ്റി അങ്ങ് ചുമ്മാ അങ്ങ് ഇറക്കി വിടുവാണ്. ആര് ചോദിക്കാനല്ലേ? ഇപ്പൊ കിട്ടിയില്ല വയറ് കയറി എല്ലാവർക്കും. എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. ഈ ഒരു റിവ്യൂസ് എന്ന് പറയുന്നത് എല്ലാവരും പോസിറ്റീവ് പറയുന്നത് അവർക്ക് അക്കൗണ്ടിൽ പൈസ വന്നിട്ടാണ്, നെഗറ്റീവ് പറയുന്നത് അവർക്ക് പൈസ വരാത്തപ്പോഴാണ്. സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയട്ടെ. നിങ്ങളിപ്പോ ഒരു പ്രൊഡക്റ്റ്, സിനിമ വിട്, വേറെ എന്തും പ്രൊഡക്റ്റ് ആയാലും ഫുഡ് ആയാലും ഏതൊരു കാര്യം ചെയ്യാൻ പോണതിന് മുമ്പ് നിങ്ങൾ ഒരു 2-3 പ്രാവശ്യം ചിന്തിക്കൂലേ? ഒരു റിവ്യൂ, ഇപ്പൊ ഒരു ഗാഡ്ജറ്റ് നിങ്ങൾ വാങ്ങാൻ പോകണം, ഒരു മൊബൈൽ ഫോൺ എടുക്കാൻ പോകുന്നു, ടി വി വാങ്ങാൻ പോകുന്നു, എന്ത് നിങ്ങളൊരു ബൈക്ക്, എന്തായാലും നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ കയറി നോക്കത്തില്ലേ? ഓക്കെ, ഏത് കൊള്ളാം, ഏതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെയാണ് ഈ റിവ്യൂ എന്ന് പറയുന്നത്. ഒരാൾ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് അയാൾ ഒരു റിവ്യൂ കയറി കാണുന്നുണ്ടോ, ഓക്കെ ഇത് കൊള്ളാമോ കൊള്ളത്തില്ലേ? കാരണം എല്ലാവരും എല്ലാ സിനിമയിൽ പോയി കാണുന്നില്ല. ഇപ്പൊ നമ്മളെ പോലെ എല്ലാ സിനിമയും വിടാതെ തിയേറ്ററിൽ പോയി കാണുന്ന ആൾക്കാരല്ല എല്ലാവരും. ചില ആൾക്കാർ ഫാമിലി ആയിട്ട് വീക്ക്ലി വൺസോ ഒക്കെ പോകും, അല്ലെങ്കിൽ ചില ആൾക്കാർ മന്ത്ലി ഒക്കെ ഒറ്റ സിനിമയ്ക്ക് പോകുന്ന ആൾക്കാരായിരിക്കും. സോ അവരുടെ ഒരു ശമ്പളത്തിൽ നിന്ന് ഒരു പാർട്ട് എടുത്ത് മാറ്റി ഒരു സിനിമയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ 2 3 1000 പ്രാവശ്യം ആലോചിക്കും, ഓക്കെ ആ സിനിമയ്ക്ക് പോകണോ വേണ്ട, എങ്ങനെയുണ്ട് സിനിമ. ഇപ്പൊ എന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഞാൻ ഇപ്പൊ റീസെന്റ് പോയി കണ്ട എല്ലാ സിനിമ ബോംബാണെങ്കിലും ഞാൻ അടുത്തപ്പോൾ തിയേറ്ററിൽ തന്നെ കാണും. കാരണം എനിക്ക് സിനിമ എന്ന് പറയുന്നത് ജീവനാണ്, എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുപോലെ അല്ല എല്ലാവർക്കും. സോ അവർ റിവ്യൂസ് നോക്കും, ഓക്കെ സിനിമയ്ക്ക് പോകണം, അവർക്ക് ഇഷ്ടമുള്ള ജോണറാണ്, അവരുടെ ടേസ്റ്റ് പോലെയാണ് സിനിമ, എങ്ങനെയാണ് അതിന്റെ പ്രസന്റേഷൻ, അവരെല്ലാം നോക്കിയിട്ടാ പോകുന്നത്. സോ അങ്ങനെയുള്ളവർക്ക് റിവ്യൂ എന്ന് പറയുന്ന വലിയ കാര്യമാണ്. അല്ലെങ്കിൽ റിവ്യൂ നോക്കി പോകുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പൊ ഏതൊരു കാര്യത്തിനും ഡബിൾ സൈഡ് ഉണ്ട് ബ്രോ, 2 ഒപ്പീനിയൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ, നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ എല്ലാ മൊബൈൽ ഫോണും എല്ലാവരും പോസിറ്റീവ് പറയും ഇല്ല, നെഗറ്റീവ് പറയാൻ സൈഡും ഉണ്ട്, പോസിറ്റീവ് പറയാൻ സൈഡും ഉണ്ട്. ഏതൊരു ഒബ്ജക്റ്റീവ് ലോകത്ത് നോക്കുകയാണെങ്കിൽ അത് 2 സൈഡ് ഉണ്ട്. അതുപോലെ തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. ഒരു സിനിമ റിലീസ് ചെയ്ത് നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. ഇഷ്ടപ്പെടുന്നവർ അവരുടെ ഒപ്പീനിയൻ വേറെ ലെവൽ സിനിമ, അടിപൊളി സിനിമ എന്ന് പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് പറയാനുള്ള അവകാശമുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ സിനിമ വർക്കാവാത്ത ഒരു സിനിമയെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞെന്നോ, അല്ലെങ്കിൽ സിനിമ എനിക്ക് വർക്കായില്ല, കുഴപ്പമില്ല, ജസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞ സിനിമ പൊട്ടിയെന്നോ അല്ലെങ്കിൽ മലയാള സിനിമ തകർന്നു വീണെന്നോ ഒന്നുമല്ല. ഇപ്പൊ എന്റെ ഒപ്പീനിയൻ പറഞ്ഞെന്ന് പറയുന്നത് ദൃശ്യം 3 സിനിമ തിയേറ്ററിൽ മാറ്റിയോ, സിനിമ പൊട്ടിയോ? ഇല്ലല്ലോ. സിനിമ ഭയങ്കര സക്സസ് അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പടമല്ലേ. 100 കോടി ക്ലബും കഴിഞ്ഞ് സിനിമ വേറെ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഇൻഡസ്ട്രി ഇറ്റടിക്കാൻ നിൽക്കുവാണ്. ഞാൻ ഒരാളും ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ആ സിനിമ വർക്കായില്ല എന്ന് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സിന് നഷ്ടം വരുമോ, മോളിവുഡിന് നഷ്ടം വരുമോ, എന്തെങ്കിലും വന്നോ? ഒന്നും സംഭവിച്ചില്ലല്ലോ. നമ്മളെ അഭിപ്രായം പറയുന്നത് അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളെ അഭിപ്രായം കൊണ്ട് ഇവിടെ വലിയ സംഭവങ്ങളോ വലിയ കാര്യങ്ങളോ നടക്കുന്നില്ല. അതിപ്പോ ഞാനായാലും ശരി, മറ്റേ ടോപ്പിൽ നിൽക്കുന്ന റിവ്യൂസ് ആയാലും ആരായാലും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അത് വെച്ചിട്ട് ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ദൃശ്യം ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞ സിനിമയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. മറ്റേ വേറെ ലെവൽ 1000 കോടി 2000 കോടി ഇൻവെസ്റ്റ് ചെയ്തൊരു പടം വന്നാലും അത് ഇഷ്ടപ്പെട്ടെന്ന് പറയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. നമ്മുടെ ഒരാളുടെ വാക്ക് അല്ലെങ്കിൽ 2 പേരുടെ വാക്ക് അല്ലെങ്കിൽ 3 പേരുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 10 പേര് റിവ്യൂവിൽ പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ 1000 കോടി ബഡ്ജറ്റ് മുടക്കിയ പടത്തിന് എന്തെങ്കിലും സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല. ആ പടം സക്സസ് ആയിട്ട് ഓടുകയും ചെയ്യും, അതിന് മുടക്കിയ പൈസ തിരിച്ചു കിട്ടുകയും ചെയ്യും, എല്ലാം നടക്കും. ഒരു സീനും ഇല്ല. റിവ്യൂസ് പറയുന്ന വെച്ചിട്ടാണ് മലയാള സിനിമ നിൽക്കുന്ന, അല്ലെങ്കിൽ റിവ്യൂസ് പറയുന്ന വെച്ചിട്ടാണ് സിനിമ എല്ലാം പൊട്ടുന്ന, തിയേറ്ററിൽ ആള് കയറുന്ന, അങ്ങനെയല്ല. അത് സിനിമ ആൾക്കാർ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. മൗത്ത് പബ്ലിസിറ്റി എന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മളൊരു 10 റിവ്യൂസിന് വിടുക, അല്ലെങ്കിൽ 100 റിവ്യൂസിന്റെ കാര്യം വിടുക, നിങ്ങൾ റിവ്യൂസിന്റെ കാര്യം തന്നെ വിടുക. റിവ്യൂസ് അല്ലെങ്കിൽ പോലും ഒരാൾ സിനിമ കണ്ട് തിയേറ്ററിൽ പുറത്തു വരുമ്പോൾ അയാളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും പറയും ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്, പോയി കണ്ടു നോക്കാം. റിവ്യൂ പോലും കാണാതെ ആൾക്കാർ പോയി കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ ഒന്ന് പറയും എടാ പൊട്ടപ്പടമാണ്, പോരാ, ഒട്ട് വർക്കായില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, മഴയ്ക്ക് നിൽക്കുന്നവരും പോകത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അല്ലാതെ എല്ലാ റിവ്യൂസിന്റെ തലയിലല്ല. അല്ലെങ്കിൽ റിവ്യൂസ് ഒന്ന് ജസ്റ്റ് മൈക്ക് ഓൺ ആക്കി എന്റെ ക്യാമറയുടെ ഫ്രണ്ട് വന്ന് ആ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്, അല്ലെങ്കിൽ പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വർക്കായില്ല, ശോകമാണ് എന്ന് പറയുന്നുണ്ടല്ല ഇവിടെ എല്ലാം നടക്കുന്നത്. ആ ഒരു കാര്യം വെച്ചിട്ട്, അല്ലെങ്കിൽ ഒന്ന് നെഗറ്റീവ് പറഞ്ഞെന്ന് പറഞ്ഞ സിനിമ മൊത്തത്തിൽ തകർന്നല്ല. ഇപ്പം അശ്വന്ത് ഗോക്കിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ തന്നെ മാധവ് സുരേഷിന്റെ സിനിമ, അങ്ങനെ സിനിമ ഇറങ്ങിയത് പോലും ഇവിടെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനെല്ലാം ഒട്ടുമിക്ക ആൾക്കാരും അറിഞ്ഞില്ല. മൂപ്പരുടെ ആ ഒരു ഇഷ്യൂ വന്നപ്പോൾ തന്നെ നാട്ടുകാർ അറിയുന്നത് ഇങ്ങനെ ഒരു സിനിമ റിലീസ് ആവുന്നുള്ള കാര്യം. മനസ്സിലായില്ല. ആ സിനിമയ്ക്ക് കൊണ്ട് ഒരു പ്രൊമോഷൻ ആയിരുന്നു വേണ്ടത്. അത് പ്രൊഡ്യൂസർ നൈസായിട്ട് അങ്ങ് കൊളുത്തി വിട്ടിട്ടുണ്ട്. പക്ഷെ മൂപ്പർക്ക് തന്നെ തിരിച്ച് കിട്ടുകയും ചെയ്തു. കാരണം ഒരാൾക്കെതിരെ ഒരു ഫോൾസ് അലിഗേഷൻ അടിച്ചിറക്കുമ്പോൾ പ്രൂഫ് വേണം. ഇയാൾ പൈസ വാങ്ങിച്ച് റിവ്യൂ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രൂഫ് കാണിക്കണം. ചുമ്മാ വന്നൊരു ക്യാമറ മുമ്പിൽ ഇരുന്ന് എന്തും പറയാൻ പാടില്ലല്ലോ. അതും അശ്വന്ത് ഗോക്കിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു പൊട്ടപ്പടത്തിന് 1 ലക്ഷം രൂപയാണ് അയാൾ ആവശ്യപ്പെട്ടത് നെഗറ്റീവ് റിവ്യൂ പറയാതിരിക്കാൻ. അയാൾ ഫാൻസി ഡ്രസ് കളിക്കുന്നതിന് ഇതിനേക്കാളും പൈസയാണ്. അല്ലെങ്കിൽ മൂപ്പരുടെ ഒരു വീഡിയോ
കോടിയൊക്കെ ഇതിനേക്കാളും കിട്ടും. നിങ്ങൾ 1 ലക്ഷം എന്ന് വെച്ചാൽ ഒരു 10 ലക്ഷം 50 കോടിയോ പറയാം. എന്നൊരു വിലയുണ്ട്. ഈ പൊട്ട പടത്തിനൊക്കെ നെഗറ്റീവ് പറയാതിരിക്കാണ് 1 ലക്ഷം രൂപ. അല്ല, എല്ലാവരും ക്ലിയർ ആയിട്ട് അറിയാം ഈ സിനിമ എന്തായാലും കയ്യിൽ നിന്ന് പോയി. കുറച്ച് ആളകത്ത് കയറ്റണം. അപ്പൊ എന്തെങ്കിലും ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ഇറക്കി വിട്ടാൽ പിന്നെ കുറച്ചൊരു കയറുമല്ലോ. സത്യം പറയട്ടല്ലോ, ഒരാളും കയറത്തില്ല. ഇമ്മാരി ഇത് കാണിച്ചിട്ടാണെങ്കിൽ ഒരാളും കയറത്തില്ല. മലയാള സിനിമയെ നശിപ്പിക്കുന്ന മലയാളം റിവ്യൂസ് എന്നാണ് പറഞ്ഞ് ഇപ്പോൾ കുറെ പേര് നടപ്പുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു സിനിമ അങ്ങ് ഇറക്കി വിടുമ്പോൾ അതിനെക്കുറിച്ച് പോസിറ്റീവ് പറയാനും നെഗറ്റീവ് പറയാനും അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായം പറയാൻ ഇവിടെ എല്ലാവർക്കും റൈറ്റ് ഉണ്ട്. അതേ അവർ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഞാനായാൽ കൂടി എന്റെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഞാൻ പൈസ വാങ്ങുന്ന ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് നോക്കുവാണെങ്കിൽ തന്നെ എന്റെ ദുരന്തർ 2 എന്ന് പറയുന്ന ഒരു റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. പല കാര്യങ്ങളും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ വേറൊരാൾക്ക് ഫേവർ ആയിട്ട് അതിൽ മാറ്റിയിട്ടുണ്ട്. ഞാനത് സംസാരിച്ചപ്പോൾ എന്നെ എല്ലാവരും കൂടി കമന്റ് ബോക്സിൽ ടെററിസ്റ്റ് ആയിട്ടും ആന്റി ഇന്ത്യൻ ആയിട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. എനിക്ക് റിപ്ലൈ തരാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല, ഞാൻ വല്ലതുമല്ല നിങ്ങളെ പറയും, നിങ്ങൾ തിരിച്ച് എന്നെ പറയും, ഞാൻ പിന്നെ വേറെ വല്ലതും പറയും, പിന്നെ അത് വേറൊരു രീതിക്കൊക്കെ പോകും. എന്തിനാണ് നിങ്ങൾക്ക് ഒരു സുഖം എന്നെ പറ്റി പറഞ്ഞു അവിടെ ഇരിക്കട്ടെ, തീർന്നു. ആൻഡ് അതുപോലെ തന്നെയാണ് ദൃശ്യം 3യുടെ റിവ്യൂ ഞാൻ ചെയ്തപ്പോഴും ദൃശ്യം എനിക്ക് വർക്കായില്ല. എനിക്ക് ഒരു ആവശ്യമില്ലാത്തൊരു സിനിമയായിട്ടാണ് തോന്നിയത്. അത് എന്റെ ഒപ്പീനിയൻ ആണ്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കത്തില്ല. ഞാൻ 1000 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാനലിൽ 1000 വീഡിയോസിൽ ഏതെങ്കിലും ഒരു വീഡിയോയില് ഞാൻ പറയുകയാണ് നിങ്ങൾ സിനിമ കാണേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എടുത്തിട്ടോ ഞാൻ ഈ ചാനൽ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാം. ഞാൻ എന്റെ ഒപ്പീനിയൻ പറഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിരിക്കാം. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി എന്ന് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. ഇത് എന്റെ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും. എല്ലാവരും തീർച്ചയായിട്ടും സിനിമ കണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുന്ന ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ഇത് എന്റർടൈൻമെന്റ് ആണ്, ഇത് പൈസ മുടക്കി ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്കും അറിയാം ബ്രോ, നല്ല പൈസ മുടക്കി നല്ല കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളും പൈസ മുടക്കി തിയേറ്ററിനകത്ത് വരുന്ന ആൾക്കാരല്ലേ. നമ്മളൊരു സിനിമ കാണുമ്പോൾ നമ്മൾ 2.5 മണിക്കൂർ നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ 24 മണിക്കൂറിൽ 2.5 മണിക്കൂറോ 3 മണിക്കൂറോ മാറ്റി വെച്ച് വണ്ടി ഓടിച്ച് അവിടെ പോയി ആ ഒരു തിയേറ്ററിനകത്ത് ഇരുന്ന്, അതും ടിക്കറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് 100 രൂപ 150 രൂപ ഒക്കെ അല്ല. അതൊക്കെ പണ്ട്. ഇപ്പോൾ ഒരു മിനിമം തിയേറ്ററിന്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 250 ആണ്. ട്രിവാൻഡ്രത്ത് ഏരിയസ് പ്ലസിൽ 200+ ഉണ്ട്. ഇപ്പൊ ഞാൻ ഐമാക്സിൽ പോകണമെങ്കിൽ ഐമാക്സിൽ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് 500 രൂപയാണ്. 700, 800, 1000 വരെ. എനിക്ക് തോന്നുന്നു ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് 1000 രൂപ കൊടുത്തത്. പിന്നെ നമ്മൾ 4DX പോകണമെങ്കിൽ അതിന് വേറെ റേറ്റ്. പല തിയേറ്ററിൽ പല സ്ക്രീൻസിലും പല റേറ്റ്സ് ആണ്. ഇത്രയും പൈസ മുടക്കി നമ്മൾ അവിടെ പോയി ഇരിക്കുകയാണ്. നമ്മൾ ആ ഒരു തിയേറ്റർ ഹൗസ്ഫുൾ ആണെങ്കിൽ ആലോചിച്ച് നോക്കി എത്ര പേര് അവിടെ പൈസ മുടക്കി ഇരിപ്പുണ്ട്. അവർ സിനിമ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അത് അവരുടെ ഒപ്പീനിയൻ. അത് പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ പൈസ മുടക്കി ഞാൻ ഈ സിനിമയ്ക്ക് പോയിരിക്കുന്നു, 2.5 മണിക്കൂർ 3.5 മണിക്കൂർ സിനിമ കണ്ടു. എനിക്ക് വർക്കായില്ലെങ്കിൽ ഞാൻ ഒന്ന് പറയും എനിക്ക് വർക്കായില്ല. ഞാൻ എന്നിട്ട് പറയുന്നില്ല ഞാൻ എന്റെ റിവ്യൂ എനിക്ക് ഇങ്ങനെയാണ് സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ആര് സിനിമ കാണരുതെന്ന് ഞാൻ ഒരിക്കലും പോലും പറഞ്ഞിട്ടില്ല. നിങ്ങളെ സിനിമ എടുക്കുന്നുണ്ട്, നിങ്ങളെ സിനിമ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എതിരെ വരുന്ന സ്റ്റേറ്റ്മെന്റ് കേൾക്കാനും എല്ലാവരും ബാധ്യസ്ഥരാണ്. കോക്ക് എന്തിനാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്? അപ്പൊ പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന പറഞ്ഞ് കുറേ ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളടുത്ത് വന്ന ഒരാൾ നിങ്ങളെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു വിടുവാണ്, ഒരു ഇതുമില്ല, ചുമ്മാ അടിച്ചെടുക്കുവാണ്, നിങ്ങൾ ഒരു കള്ളത്തരം ചെയ്തെന്നോ അല്ലെങ്കിൽ നിങ്ങൾ മോട്ടിച്ചെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പറയണം. അപ്പൊ നിങ്ങൾ എന്ത് പറയാം? അയ്യോ ഞാൻ മോട്ടിച്ചില്ല, ഞാൻ പാവൂല്ലേ എന്ന് പറയോ? നിങ്ങൾ പൊട്ടിത്തെറിക്കോ? അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അയാൾ ചെയ്യാത്തൊരു കാര്യത്തിന് വന്ന് ഇങ്ങനെ ഒരാൾ ഇരുന്ന് ടിവിയുടെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്ന് കേട്ടു 2 കേട്ട് ഒരു പോയിന്റ് വരെ മനുഷ്യൻ സഹിക്കും. ഓക്കെ, അവനെല്ലാം എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്ന പറഞ്ഞ രീതിക്ക് ഇരിക്കുമ്പോൾ മറ്റവൻ എന്ത് ചെയ്യും? ഓക്കെ, അയാളൊന്നും റിപ്ലൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് കുറച്ചും കൂടി മൂപ്പിച്ചുവിടാന്ന രീതിക്ക് പിന്നീട് അയാൾ അങ്ങ് പറയാ ഈ ഒരു പടം നെഗറ്റീവ് റിവ്യൂ പറയാതെ അല്ലെങ്കിൽ അശ്വന്ത് കോക്ക് റിവ്യൂ ആയിരിക്കുന്നെങ്കിൽ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന്. ഏത് മനുഷ്യനാണ്? ഞാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല റിയാക്ട് ചെയ്യണം. എന്റെ വായിന്നൊക്കെ ആദ്യമേ വേറെ വല്ലതും കയറി വരും. മൂപ്പര് എനിക്ക് തോന്നുന്നു കുറച്ച് ഡീസന്റ് ആയിട്ടെങ്കിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കുറച്ച് അധികം കയ്യിൽ നിന്ന് പോയി. അത് ആരായാലും പോകും. മനുഷ്യനാണോ? അവൻ ഇമോഷൻസ് ഉണ്ടോ അവന്റെ കയ്യിൽ നിന്ന് പോകും. അതായത് നിങ്ങളെ പറ്റി ഒരാളെ ചുമ്മാ കുറച്ച് കാര്യങ്ങൾ അടിച്ചു വിടുവാണ്. അത് സത്യമല്ല, നിങ്ങൾക്കും അറിയാം, പറഞ്ഞു വിടുന്ന തന്നെ അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ അവൻ നിർത്തുന്നില്ല. നിങ്ങൾ ആദ്യം ഒരു ദിവസം സഹിച്ചു, 2 ദിവസം സഹിച്ചു, 3-ാം ദിവസം നിങ്ങൾ പൊട്ടത്തില്ലേ? അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇപ്പൊ എന്റെ ചാനലെടുത്ത് നോക്കുകയാണ് നിങ്ങൾ, ഞാനൊരു സിനിമ ഇഷ്ടപ്പെട്ടു, ഒരു സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കമന്റ് പോലും കാണത്തില്ല. എന്റെ ചാനൽ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് മറ്റേ ലിയോക്കാണ്, 1 ലക്ഷം എന്തോ സംതിങ്. അത് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു വ്യൂ കിട്ടിയിട്ടില്ല. എനിക്ക് ഈ ചാനൽ എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തെന്ന് പോലും എന്റെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് അറിയാം. ഈ ഒരു ചാനൽ തന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഈ ചാനൽ തുടങ്ങുന്ന മെയിൻ റീസൺ എനിക്ക് കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്യാനും എന്റെ സിനിമ എന്ന് പറയുന്ന സ്വപ്നം നടത്താനൊക്കെയാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് 3 വർഷമായി. എന്റെ ഈ ചാനൽ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് മൊത്തം കൂടി $200 അകത്താണ്. മനസ്സിലായില്ലേ? 3 വർഷമായി. 3 വർഷവും എന്റെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ നോക്കി അറിയാം. ഇപ്പൊ 4000 5000 ഉള്ളൂ. 1000 വീഡിയോസ് ഞാൻ ഇട്ടിട്ട് ഒരു വീഡിയോ പോലും അത്ര വലിയ റീച്ചോ കാര്യങ്ങളൊന്നും പോകുന്നില്ല. എന്നാലും എനിക്ക് കുഴപ്പമില്ല. കാരണം തുടങ്ങിയ കാലത്ത് ഓക്കെ ഞാൻ മറ്റേ പൈസ കിട്ടും, നമ്മൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്യും, അടുത്ത പൈസ കിട്ടും, അടുത്ത ഷോർട്ട് ഫിലിം ചെയ്യും, അങ്ങനെയായിരുന്നു എന്റെ മനസ്സിൽ. അങ്ങനെയല്ല യൂട്യൂബ് എന്ന് പറയുന്നത്. നമ്മളെ വീഡിയോ റീച്ചായി ഒന്ന് സെറ്റായാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ വരുള്ളൂ. ഞാൻ എന്താ 3 വർഷം ചാനൽ തുടങ്ങിയിട്ട് എന്റെ ചാനൽ എനിക്ക് ഇതുവരെ കിട്ടിയ ഇൻകം വെച്ചിട്ട് കൂടിപ്പോയാൽ ട്രിവാൻഡ്രത്ത് ഒരു ദിവസം കറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ലുലു മാളിൽ പോയി ഒരു ദിവസം കറങ്ങാൻ പറ്റും. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്നിട്ടും ഞാൻ ഈ പണി ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടോ? എനിക്ക് സിനിമയെ കുറിച്ച് സംസാരിക്കാനൊക്കെ ഇഷ്ടമാണ്. ഞാൻ ഈ ചാനലിൽ സിനിമ റിവ്യൂ മാത്രമല്ല, തിയേറ്ററിൽ കാണുന്ന
മാത്രമല്ല ഞാൻ ഇവിടെ ഒന്ന് സംസാരിക്കുന്നത്. എല്ലാ സിനിമ ഞാൻ ഇപ്പോൾ OTT കണ്ടാലും ശരി, തിയേറ്ററിൽ കണ്ടാലും വെബ് സീരീസ് ആയാലും എല്ലാം ഞാൻ ഒന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, കണ്ടു നോക്കുന്ന് പറഞ്ഞ് സിനിമ റിവ്യൂ ചെയ്യാറുണ്ട്, സിനിമയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, കോണ്ടന്റ് സംസാരിക്കാറുണ്ട്, സജഷൻസ് ചെയ്യാറുണ്ട്, എല്ലാ ഈ ചാനൽ ചെയ്യാറുണ്ട്. അത് എനിക്കൊരു ഹാപ്പിനെസ് ആണ് തരുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി ₹1 പോലും എനിക്ക് ഇതുവരെ ആരും തന്നിട്ടില്ല, ഇനി അങ്ങോട്ട് തരാനും പോകുന്നില്ല. അതിൽ ആവശ്യമില്ല. ഞാൻ മാത്രമല്ല, ഏതൊരു റിവ്യൂ പറയുന്ന ആളായാലും ശരി. ഇപ്പൊ റിവ്യൂ പറയുന്ന ആൾക്ക് ഈ പൈസ കിട്ടുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ തിയേറ്ററിൽ പോയി കഷ്ടപ്പെടുന്നത്? രാവിലെ സിനിമ റിലീസ് ആയപ്പോൾ തന്നെ മൈക്ക് ഓണാക്കി വെച്ചിട്ട് സിനിമ അടിപൊളിയാണ്, വേറെ ലെവലാണ്, മരണമാസാണെന്ന് പറഞ്ഞ് നിർത്തിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങിയാൽ പോരെ? അങ്ങനെ ആരും ചെയ്യുന്നില്ലല്ലോ. അവർ എണീറ്റ് രാവിലെ പോയി തിയേറ്ററിൽ സിനിമ കണ്ട് തിരിച്ചു വന്ന് അവരുടെ അഭിപ്രായങ്ങൾ അവർ പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, നിങ്ങളൊരു സിനിമ കഴിഞ്ഞു, റിലീസ് ചെയ്ത് പോയി, പക്ഷെ ആ സിനിമ ഒരു 3 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ തിയേറ്ററിൽ പോയി നമ്മളിങ്ങനെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുവാണ്. ആ ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നമ്മളൊരു അടിപൊളി സിനിമ കാണുവാണെങ്കിൽ ആ ഒരു ഫുൾ ഡേ ആ ഒരു സിനിമയുടെ വൈബ് കാണും. മറിച്ച് ഒരു പൊട്ട പടമാണ് കണ്ട് പുറത്തിറങ്ങി സത്യം പറഞ്ഞാൽ ആ ദിവസം തന്നെ പോകും. ഇപ്പം പറയുകയാണെങ്കിൽ ഞാൻ റീസെന്റ് തിയേറ്ററിൽ പോയി കണ്ട ഒരു സിനിമ പോലും എനിക്ക് 100% സാറ്റിസ്ഫൈ ആയില്ല. ഞാൻ കണ്ടിട്ട് ഓക്കെ കുഴപ്പമില്ല എന്നിറങ്ങി വന്ന സിനിമകളാണ് എല്ലാം. അതിപ്പോൾ കറുപ്പായാലും ശരി, അതിരടിയായാലും ദൃശ്യമായാലും എല്ലാം. ഇത്രയും സിനിമ എനിക്ക് വർക്കായില്ല. ഞാൻ വന്ന് ഈ 3 സിനിമ റിവ്യൂ ചെയ്യുകയും ചെയ്തു. എനിക്ക് 3 വർക്കായില്ല, ജസ്റ്റ് ഓക്കെ ഫീൽ ആണെന്ന് ഞാൻ പറയുകയും ചെയ്തു. ഞാൻ അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് ആ ഒരു 3 സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ആ തിയേറ്ററിൽ ഇതൊരു ആള് കയറിക്കൊണ്ടിരുന്ന തിയേറ്ററിൽ ആള് കയറാതായിട്ടുണ്ടോ? ആ സിനിമ തിയേറ്ററിൽ നിന്ന് മാറിപ്പോയോ? ഇല്ലല്ലോ. ഇപ്പോഴും എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുൾ ആയിട്ടല്ലേ പോകുന്നത്. മലയാള ഇൻഡസ്ട്രിയിൽ മാത്രമേ ഇങ്ങനെ ഒരു കുഴപ്പമുള്ളൂ. നിങ്ങൾ തമിഴും ബോളിവുഡൊക്കെ കയറി നോക്ക്. ഇവിടെ ഇത്രയും സിനിമ മാസത്തിൽ എത്രയോ കിടിലം സിനിമ ഇറങ്ങുന്നുണ്ട്. അതിലൊരു 10 പടം ഇറങ്ങുമ്പോൾ അതിൽ 2 പടം കുറെ പേർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവരവരുടെ ഒപ്പീനിയൻ പറയുമ്പോൾ അവരാണ് മലയാള സിനിമ നശിപ്പിക്കുന്നവർ. നിങ്ങൾ തമിഴ് ഇൻഡസ്ട്രിയിലും ബോളിവുഡിലൊക്കെ പടക്കങ്ങളാണ് വർഷങ്ങളായിട്ട് മറ്റേ മാലപ്പടക്കം പോലെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ റിവ്യൂസ് ഉണ്ട്. എന്തെങ്കിലും മഴ പെയ്യുന്ന പോലെ അവർക്ക് 2 പടം ഹിറ്റായി എന്നും പറഞ്ഞ് അവർ എല്ലാ റിവ്യൂസിനും കുറ്റം പറയുന്നില്ല. അവിടുത്തെ റിവ്യൂസ് പറഞ്ഞാണ് ബോളിവുഡ് തകർന്നു വീണ പറയുന്നുണ്ടോ? ഇല്ല. തമിഴിലായാലും ശരി, തമിഴ് എത്ര പടങ്ങൾ അടിപൊളിയായിട്ട് ഇറങ്ങും. പിന്നെ ഒരു 10-500 പടം അവർ പൊട്ടിക്കും, കത്തി പടങ്ങളായിരിക്കും. അവിടെ റിവ്യൂസ് ഉണ്ട്. നിങ്ങൾ മലയാളം റിവ്യൂസ് അടിച്ചു നോക്കുന്നതിന് പകരം തമിഴ് റിവ്യൂസ് അടിച്ചു നോക്കും. ഇവിടെ ആൾക്കാർ ഇപ്പം ഒരു മോശ പടമാണെങ്കിലും അത് പറയുന്ന രീതിയൊക്കെയുണ്ട്. വർക്കായില്ല, ഇങ്ങനെയാണ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ തോന്നി, അങ്ങനെ കുറെ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് അവർ പറയുന്നത്. അവിടെയൊക്കെ മറ്റേ വലിച്ചു കീറി ഒട്ടിക്കുന്ന രീതിക്കുള്ള റിവ്യൂസ് ഉണ്ട്. എന്നിട്ട് അവർ ആരും അവിടെ പറയുന്നില്ല തമിഴ് റിവ്യൂസ് ആണ് തമിഴ് സിനിമ ഇല്ലാതാക്കുന്നത്. അവർക്കറിയാം അവര് ഇറക്കിവിട്ട ഒരു സിനിമ ഇങ്ങനെയാണ്, ഇത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, ഇത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിന് കുറച്ചൊരു ബെറ്റർ ആക്കാൻ തോന്നി. ഇപ്പൊ ലിയോയുടെ ഫസ്റ്റ് ഹാഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ്, സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ലൈക്ക് വിജയുടെ സ്ഥിരം എന്നും പറഞ്ഞ് ഡയറക്ടർ വന്നിട്ട് അത് നിങ്ങളുടെ കുഴപ്പമാണോ, നിങ്ങളുടെ കണ്ടിന്റെ കുഴപ്പമാണോ, നിങ്ങളുടെ റിവ്യൂസിന്റെ കുഴപ്പമാണോ? ഇല്ലല്ലോ. മൂപ്പരെന്ന് പറഞ്ഞത് എന്റെ ഒരു മിസ്റ്റേക്ക് ആണ്, ഞാൻ ഒന്നുകൂടി ബെറ്റർ ആക്കാം, ഞാൻ ആ ഒരു പഴയ സ്റ്റൈൽ ഒന്നുകൂടി കൊണ്ടുവന്നു, പക്ഷെ അത് വർക്കായില്ല എന്നാ മൂപ്പര് പറയുന്നുണ്ട്. അല്ലാതെ മൂപ്പരൊന്ന് തമിഴ് റിവ്യൂസിനെയോ അല്ലെങ്കിൽ സിനിമ കണ്ട നിങ്ങളുടെ കുഴപ്പമാണെന്ന് പറയുന്നില്ല. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ പറയുന്നത് വെച്ചാൽ സിനിമയുടെ കുഴപ്പമില്ല, സിനിമ ബെസ്റ്റ്, സിനിമ 1000 കോടി 2000 കോടി ഇറക്കി മുടക്കിയിട്ടുണ്ട്, സോ സിനിമ ബെസ്റ്റ്, സിനിമയ്ക്ക് ഒരു കുഴപ്പമില്ല, കാണുന്നത് നിങ്ങൾക്കാണ് പ്രശ്നം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മലയാള സിനിമ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരും വന്നിട്ടില്ല. ഒരു സിനിമ സക്സസ് ആയ വേറെ ലെവലോട്ട് പോകും. അതുപോലെ തന്നെയാണ് സിനിമ വർക്കായിട്ടില്ലെങ്കിൽ നേരെ ഡൗൺ ആയിരിക്കും. അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. അല്ലാതെ അതെല്ലാം കൊണ്ട് റിവ്യൂസിന്റെ തലയിൽ വെക്കരുത്. നിങ്ങളൊരു സിനിമ ചെയ്ത് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് നിങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലാതെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് മാത്രം വരുമെന്ന് നിങ്ങൾ കാത്തിരിക്കരുത്. അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല. ഈ ലോകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഇതുവരെ വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചാൽ മാത്രം മതി. അല്ലാതെ ഒരു സിനിമ വർക്കായില്ലെങ്കിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ ഓടിയില്ല, സിനിമ പൊട്ടിയാൽ നേരെ കൊണ്ട് മറ്റേ റിവ്യൂസിന്റെ തലയിൽ കൊണ്ട് വെക്കരുത്. അതെനിക്ക് പറയാനുള്ളൂ. പിന്നെ പൈസ വാങ്ങിച്ച് റിവ്യൂ ചെയ്യണ കാര്യം എനിക്ക് തോന്നുന്നില്ല ആൾക്കാർ അങ്ങനെ ചെയ്യുന്നു. കാരണം അങ്ങനെ ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കത്തില്ല എല്ലാവർക്കും. എല്ലാവരുടെ ലൈഫ് സ്റ്റൈൽ മാറിയും വേറെ ലെവലോട്ടൊക്കെ പോകാൻ. കാരണം ഓരോ വീഡിയോക്ക് 2 ലക്ഷം 5 ലക്ഷം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും ആൾക്കാരൊക്കെ, വേറെ ലെവലിലോട്ട് വേറെ ലീഗിലോട്ടൊക്കെ പോകും. അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തെണ്ടിത്തരമാണ്. പൈസ വാങ്ങിച്ച് ഒപ്പീനിയൻ മാറ്റി പറഞ്ഞ് വേറെ ലെവൽ പടമാണ്, കിടിലം പടമാണെന്നൊക്കെ പറയുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ പൈസ വാങ്ങിച്ച് നല്ലൊരു പടത്തിന് നെഗറ്റീവ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്രൂഫ് സഹിതം ഇന്ന ആളെ ഈ സിനിമയ്ക്ക് നെഗറ്റീവ് പറഞ്ഞ് ഇത്രയും പൈസ വാങ്ങിച്ചിട്ടാണ്, ഇന്ന ആൾ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് പറഞ്ഞ് ഇത്രയും പൈസ വാങ്ങിച്ചിട്ടാണെന്നുള്ളത് പ്രൂഫ് സഹിതം കൊണ്ട് കാണിക്ക്, നമുക്ക് പൊക്കാം. അത്രേ ഉള്ളൂ. മലയാള സിനിമ നശിപ്പിക്കുന്നത് മറ്റേ റിവ്യൂസ് അല്ല, അത് മനസ്സിലാക്കിയാൽ മാത്രം മതി.